മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ള ഒരുക്കങ്ങളാണ്. ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ ആംബുലൻസിൽ ഉണ്ട്. ആൾക്കൂട്ടത്തോട് മൃതദേഹം സാവകാശം സുഗമമായി പുറത്തിറക്കാനുള്ള സൗകര്യം ഒരുക്കുക, അതിനുവേണ്ടി തിരക്ക് കൂട്ടാതിരിക്കുക എന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നു. നിരവധി പോലീസുകാരുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെ മുഖം കേരള ജനത കണ്ടിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അണുബാധയടക്കമുള്ള ഒന്നും ഏൽക്കരുത് എന്നുള്ള നിഷ്ഠ പാലിച്ചിരുന്നത് കൊണ്ട് ഏറെ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല. അതിനുശേഷം നേരെ ആശുപത്രിയിലേക്കാണ് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറെ നാളായി മലയാളികൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും അതല്ലെങ്കിൽ തന്നെയും തലേന്ന് പോലും കണ്ടിരുന്നുവെങ്കിൽ പോലും ഈ ആൾക്കൂട്ടം ഉണ്ടാവുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആത്മാർത്ഥതയുടെ, അദ്ദേഹം അണികളിലുണ്ടാക്കിയ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ്. ആ തെളിവിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് വൈകിട്ട് 3:20 ഈ വേർപാടിന് ശേഷവും ഈ ചുരുങ്ങിയ സമയത്തിലും AKG സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വലിയ ജനാവലി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കളും AKG സെൻറ്ററിൽ ഈ രാത്രിയുടെ ഇരുട്ട് വീണ നിമിഷങ്ങളിൽ, എത്രയോ രാത്രികളിൽ പാതിരാത്രി വരെയും നീളുന്ന പാർട്ടി ചർച്ചകളും ഉൾപാർട്ടി ചർച്ചകൾക്കും ശേഷം VS അച്യുതാനന്ദൻ കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ടുള്ള AKG സെൻറ്ററിൻ്റെ, പഴയ AKG സെൻറ്ററിൻ്റെ പടിവാതിലുകൾ സാക്ഷിയാവുന്നു. അവിടേക്ക് VS അച്യുതാനന്ദൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കും. ഇല്ല ഇല്ല, മരിക്കുന്നില്ല എന്ന ആവേശോജ്വലമായ മുദ്രാവാക്യം ഓരോരുത്തരും മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണും കരളുമായ ഒരു വിശ്വാസം എങ്ങനെയാണ് ഇല്ലാതാവുക എന്ന് അവിടെയുള്ളവർ അവരുടേതായ ഭാഷയിൽ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിനോയ്, AKG സെൻറ്ററിന് മുന്നിലെ കാഴ്ചകൾ എന്താണ് വ്യക്തമാക്കുന്നത്? ബിനോയ്. VSന്റെ മൃതദേഹം AKG സെന്ററിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു വലിയ ഒച്ചയോടുകൂടി തന്നെ വലിയ ശബ്ദത്തിലായിരുന്നു അദ്ദേഹത്തെ പണ്ട് എതിരേറ്റുകൊണ്ടിരുന്ന ആ മുദ്രാവാക്യം, കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം. അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്ന മുഴുവൻ ആളുകളും ഏറ്റുവിളിക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആ മുദ്രാവാക്യം വിളി അവസാനിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ പാർട്ടി സാധാരണ രീതിയിൽ നടത്താറുള്ള രക്തപതാക പുതപ്പിക്കലാണ്. ആ രക്തപതാക പുതപ്പിക്കും. അതിന് പാർട്ടിയുടെ സമുന്നതന്മാരായ നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. പാർട്ടി ദേശീയ സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, KN ബാലഗോപാൽ, SRP തുടങ്ങിയ നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. ഇവരെ മൃതദേഹം ഇപ്പോൾ AKG സെന്ററിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. അത് ഒന്ന് രക്തപതാക പുതപ്പിക്കലാണ്. അത് പാർട്ടി നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് ചേർത്ത് രക്തപതാക പുതപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിക്കും. ആ ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ AKG സെന്ററിലേക്ക് നീങ്ങാൻ പോകുന്നത്. വലിയ ജനക്കൂട്ടം, അക്ഷരാർത്ഥത്തിൽ ഒരു പക്ഷേ തിരുവനന്തപുരം നഗരം മുഴുവൻ AKG സെന്ററിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയധികം ആളുകളാണ് അതിനകത്ത്. രാഷ്ട്രീയ പ്രവർത്തകരല്ല, നേതാക്കന്മാരല്ല, അതിലുപരി സാധാരണ ജനങ്ങൾ, VSനെ ഇഷ്ടപ്പെട്ട ആളുകൾ, VSനെ സ്നേഹിക്കുന്നവർ, അവരാണ് ഇപ്പോൾ AKG സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് AKG സെന്ററിന്റെ പുറത്ത് വലിയ ജനക്കൂട്ടം, അങ്ങനെ തന്നെ പറയാൻ കഴിയും. വലിയ ജനക്കൂട്ടം, നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായ മനുഷ്യർ, അങ്ങനെ നിരവധിയായ ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പൊതുദർശനം ഇനിയും തുടങ്ങിയിട്ടില്ല. പൊതുദർശനം ഏകദേശം അരമണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മാത്രമേ, പാർട്ടി ചടങ്ങുകൾക്ക് ശേഷം മാത്രമായിരിക്കും പൊതുദർശനത്തിലേക്ക് കടക്കുക. ഇത്രയും ആളുകൾ പൊതുദർശനം പൂർത്തിയാക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ തന്നെ സമയം വേണ്ടിവരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച 9 മണി നീണ്ടുപോകും. 12 മണിയായാൽ തന്നെയും ഇത്രയും ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള സമയം
കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. അത്രയധികം ജനക്കൂട്ടമാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. മാത്രമല്ല അധ്യാപകർ, ബഹുജന സംഘടനാ പ്രതിനിധികൾ അവരൊക്കെ തന്നെ വലിയ തരത്തിൽ കണ്ണേകരലെ VSA എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആണ് AK സെന്ററിലേക്ക് എത്തിയത്. അത്തരത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നേതാക്കൾ, പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, NGOമാർ, അധ്യാപകരുടെ കൂട്ടായ്മകൾ, അങ്ങനെ നിരവധിയായ ആളുകൾ AK സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയധികം ആൾക്കൂട്ടമാണ് ഇപ്പോൾ AK സെന്ററിന് മുന്നിലുള്ളത്. പാർട്ടി ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കുകയും ചെയ്യും. നേരത്തെ ശ്രീമതി ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒരു VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ആരോഗ്യ മേഖലയിൽ കൃത്യമായ ഒരു അടുക്കും ചട്ടയുമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ PK ശ്രീമതി പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് വരാം. അത് നിശ്ചയമായിട്ടും പറയേണ്ടതാണ്. ഇപ്പോൾ ഇതാ VSന്റെ മുഖം നമ്മൾ അവസാനമായി കാണുന്നു. ഏറ്റവും കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി അടുത്തു നിന്ന് ആ മുഖം കാണുന്നു. ആ മുഖത്ത് ഈ 101-ാം വയസ്സിലും ആ മുഖത്ത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന അതേ ഗരിമ അതേപോലെ തുടരുന്നു, അതേ ഗൗരവഭാവം, അതേ സമയത്ത് ഏത് നിമിഷവും വിടരാൻ സാധ്യതയുള്ള ഒരു പുഞ്ചിരി. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വലിയ ക്ഷീണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ 101 വയസ്സ് പൂർത്തിയായ വേളയിൽ ഇന്ന് വൈകിട്ട് 3:20 നിര്യാണത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം, ചേതനയറ്റതാണെങ്കിലും ആ മുഖത്തിൻ്റെ ഗരിമയ്ക്ക് ഒരു കുറവും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ തീഷ്ണത, അതിൻ്റെ ഒരു തിളക്കം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആ ഗൗരവത്തിനിടയിലും ഏത് നിമിഷവും വിടരാൻ സാധ്യതയുള്ള ഒരു പുഞ്ചിരിയുടെ സാധ്യത എന്നതുപോലെ അത് കാണുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ലെനിൻ മരിച്ച ദിവസം, ലെനിൻ മരിച്ചുപോയ ദിവസം അദ്ദേഹത്തിൻ്റെ ജഡത്തിന് കാവൽ നിന്ന ഒരു പട്ടാളക്കാരൻ കൂടെയുള്ള സഖാക്കളോട് പറഞ്ഞു അത്രേ, എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. ഞാൻ അകത്ത് ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാതിൽ ഉറക്കെ പറഞ്ഞു, ഇല്ലിച്ച് ലെനിൻ, ചൂഷകന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ഇളകിയില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി അദ്ദേഹം ജീവൻ വെടിഞ്ഞുവെന്ന്. അതേപോലെ ഇത് ലെനിനെക്കുറിച്ച് ബ്രറ്റോൾഡ് ബ്രഹ്റ്റ് എന്ന കവി എഴുതിയ കവിതയിലെ വരികളാണ്. ഇത് സഖാവ് അച്യുതാനന്ദനും ബാധകമാണ് എന്ന് തോന്നാത്തവരുണ്ടാവില്ല. ഇപ്പോഴും ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തെക്കുറിച്ച് ആ കാതിൽ ഒന്ന് പറഞ്ഞാൽ എണീക്കാൻ സന്നദ്ധതയുള്ളത് അത്രയും സചേതനത്വമാണ്. അപ്പോൾ ലെനിൻ മരിച്ചപ്പോൾ അങ്ങനെ ചൂഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും എഴുന്നേറ്റില്ല. അപ്പോഴാണ് ലെനിൻ മരിച്ചുവെന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറയുന്നത്. അതേപോലെ VSും മരിച്ചു എന്ന് ഉറപ്പായി എന്ന് പറയണമെങ്കിൽ ആ കാതുകളുടെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു അനീതിയെക്കുറിച്ച് പറഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല എങ്കിൽ VS മരിച്ചുവെന്ന് ഉറപ്പിക്കാം എന്ന് പറയാൻ തോന്നിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം കാണുമ്പോൾ. ഡി ബിനോയ് തുടരൂ. അതിന്റെ ഒരു സത്യം നമ്മൾ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ കാണുന്ന ഒരു VS അച്യുതാനന്ദന്റെ പ്രതിപക്ഷ നേതാവ് ഈ ബാർ കോഴ വിവാദവും സോളാർ വിവാദവും ഒക്കെ കത്തിക്കയറുമ്പോഴൊക്കെ തന്നെ KM മാണിയെ വരച്ച വരയിൽ നിർത്തി കറക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടതാണ്. ഈ അണയാത്ത തീയും ചാകാത്ത പുഴുകും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കൃത്യമായ കുറിക്കുകൊള്ളുന്ന വാചകങ്ങളിലൂടെ മാണിയെ വല്ലാതെ കുഴയ്ക്കുമായിരുന്നു. ഒപ്പം തന്നെ KM മാണി മാത്രമല്ല, ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹം അടിയന്തര പ്രമേയമായി വരുമ്പോഴേക്കും ആർക്കെതിരെയാണോ അദ്ദേഹത്തിന്റെ വാക്പ്രയോഗം നടത്തേണ്ടത് ആ ആളിനെ കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞുകൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. അത് അനുഭവിച്ച ഒരുപാട് UDF നേതാക്കന്മാരുമുണ്ട്. പക്ഷേ എല്ലാവർക്കും താല്പര്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VS അച്യുതാനന്ദന്റെ ആ പ്രസംഗം കേൾക്കാനാണ്, കുറിക്കുകൊള്ളുന്ന പ്രസംഗം കേൾക്കാനാണ്, അദ്ദേഹം നടത്തുന്ന ആ ഇടപെടലുകളെ കുറിച്ച് കേൾക്കാനാണ് പ്രതിപക്ഷ നേതാവെന്ന VS അച്യുതാനന്ദൻ എല്ലാവർക്കും ഇഷ്ടം. കാരണം നിയമസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കാതോർത്തി നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിയമസഭ വിട്ടിറങ്ങുമ്പോഴേക്കും അദ്ദേഹം നടത്തുന്ന പ്രസംഗം കേൾക്കുവാൻ വേണ്ടി. അത് അത്ര കണ്ട് തീക്ഷ്ണമായ ശൈലിയിൽ കുറെ ഹാസ്യം ചാലിച്ചുകൊണ്ടും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടും ആവർത്തിച്ച് ഓരോ വിഷയങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതും ഒക്കെ കേൾക്കാൻ, അത് ഒരു പ്രത്യേക ശൈലിയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം കേൾക്കാൻ അവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും കാതുകൂർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സ്പീക്കർ പോലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അല്പമൊന്ന് നീണ്ടുപോയാൽ ഒരു ഇടപെടൽ നടത്താതെ ഭരണപക്ഷം ബഹളം വെച്ചാൽ പോലും അത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ്
ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് നിർത്തട്ടെ എന്നുള്ള കാര്യം പറയും. ഇപ്പോൾ രക്തപതാക പുതപ്പിക്കുന്ന ചടങ്ങിൽ പാർട്ടി ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ്. പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ മൃതദേഹത്തിൽ പാർട്ടി രക്തപതാക പുതപ്പിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പാർട്ടി രക്തപതാക പുതപ്പിച്ച് നേതാക്കന്മാർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി, തൊട്ടടുത്തായി നിൽക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം ഇവർ രണ്ടുപേരുടെയും മധ്യത്തായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരെല്ലാം തന്നെ ഇതാ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. പാർട്ടിയുടെ ചടങ്ങാണ്. അതായത് പാർട്ടിയുടെ നേതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അത്തരത്തിൽ ഇതാ രക്തപതാക പുതപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആയിരിക്കും പൊതുദർശനത്തിന് വേണ്ടിയുള്ള അവസരമൊരുക്കുക. അതിനു മുമ്പ് മറ്റു പാർട്ടിയുടെ നേതാക്കന്മാർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയം നൽകും. അവർക്ക് ഒരു നോക്ക് VSന്റെ മുഖം ഒന്ന് കാണുന്നതിനുള്ള അവസരം നൽകും. അതിനുശേഷം മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന VSനെ സ്നേഹിക്കുന്ന, VSനെ ഇഷ്ടപ്പെടുന്ന, VSന്റെ സമരത്തിനൊപ്പം യാത്ര ചെയ്തിട്ടുള്ള, VSന്റെ വാക്കുകൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ നിരവധിയായി പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അവർക്ക് VSനെ ഒരു നോക്ക് കാണാനുള്ള അവസരമൊരുക്കും. ഇപ്പോൾ വലിയ തിരക്കാണ്. നേതാക്കന്മാരുടെ വലിയ നിര തന്നെ AKG സെന്ററിന് ഉള്ളിലുണ്ട്. വളരെയധികം നേതാക്കൾ, പാർട്ടി സംസ്ഥാന നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നു. പലരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. നമ്മൾ കണ്ടതാണ്. ആദ്യം മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നു, രക്തസമ്മർദ്ദം കുറഞ്ഞിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി എത്തുന്നു. തൊട്ടു പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തുന്നു. പാർട്ടിയുടെ ഒട്ടുമിക്ക ആളുകളും അവിടേക്ക് എത്തിക്കഴിയുന്നു. ഏകദേശം 3:20 അദ്ദേഹത്തിന്റെ മരണം മരണവാർത്ത പുറത്ത് അറിയുന്നത്. എന്തായാലും അതിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന AKG സെന്ററിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒട്ടനവധി നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. ഇനി ഈ മൃതദേഹം പൊതുദർശനം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇത് പാർട്ടി ആസ്ഥാനത്ത് പ്രധാന ഹാളിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് സാധാരണ രീതിയിലുള്ള ആ രക്തപതാക പുതപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ നേരെ പൊതുദർശന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുള്ള നീക്കങ്ങൾ, ഒരുക്കങ്ങളൊക്കെ പാർട്ടി ഓഫീസിൽ നടന്നു വരികയാണ്.